3D പടം കോടികൾ മടക്കി ഇറക്കി. ആ പടം എത്ര ദിവസം തിയേറ്ററിലോടി? കോടികളാണ് മടക്കി ഇറക്കിയത്. പക്ഷേ പടം വിജയിച്ചോ? ഇല്ല. പക്ഷേങ്കിൽ മോഹൻലാലിൻ്റെ പടമാണത്. അപ്പം തിയേറ്ററുകാർ പറയും അത് മോഹൻലാലിൻ്റെ പടമാണ്, മറ്റേ പടം എടുത്ത് കളയും. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ത്രാണിയൊന്നും എനിക്കില്ല. ഒരു സിനിമ ചെയ്യാനുള്ള പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഇന്നിപ്പം മാർക്കോ പോലുള്ള വയലൻസ് മൂവിയൊക്കെ കാണുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു. പക്ഷേ എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റില്ല. നല്ല പടം എപ്പോഴും നല്ലതാണെന്ന് പറയുന്നതാണ് ഏറ്റവും ന്യായമായ കാര്യം. അത് റിവ്യൂസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ പൈസയുള്ള ആളല്ല, സാധാരണപ്പെട്ട ആളാണ്. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട പൈസയാണ് ഈ സിനിമ. അന്നേരം എൻ്റെ ഈ സിനിമ ചെയ്യാനുള്ള സാമ്പത്തികമില്ല. ഞാനിപ്പം സാമ്പത്തികമില്ല എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ പറയും നിനക്ക് വേറെ പണിയില്ലയോ എന്ന് ചോദിക്കും. എൻ്റെ ആരാധകന ജയനോടായിരുന്നു, സിനിമാ നടൻ ജയൻ്റെ ഏകദേശം 118 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പണിയെന്ന് പറഞ്ഞ സിനിമയിൽ ഇത് സംഭവിച്ചായിരുന്നു ജോജു. പക്ഷേ ആ ജോജുവിന് ആ ചീത്തവിളി കൊണ്ട് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇനി ആരെ ചീത്ത വിളിക്കണം? നമസ്കാരം സാർ. നമസ്കാരം. അപ്പം പുതിയ വിശേഷം സൂപ്പർ ജെമിനി മൂവിയാണ്. അപ്പം ഈ സൂപ്പർ ജെമിനി മൂവിയെക്കുറിച്ച് ആദ്യം എന്താണ് സാറിന് പറയാനുള്ളത്? സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ 24-ാം തീയതി റിലീസാണ്. എല്ലാവരും പോയി കാണണം, എന്നെ വിജയിപ്പിക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്ത അണിയറ പ്രവർത്തകരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ഈ സൂപ്പർ ജെമിനി മൂവി അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു നിലയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ത്രാണിയൊന്നും എനിക്കില്ല. ഒരു സിനിമ ചെയ്യാനുള്ള പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഈ സിനിമ പത്തനംതിട്ട ഷൂട്ട് നടക്കുമ്പോൾ ഷൂട്ടിങ് കാണാൻ പോവുകയും, അപ്പോൾ ഇത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞാണ് ഞാൻ ഇതിനകത്ത് സഹകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡയറക്ടർ മറ്റുള്ള ആൾക്കാരും എന്നെ വന്ന് കാണുകയും, അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ സിനിമയിൽ ലൈൻ പ്രൊഡ്യൂസറായി ഒന്ന് സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലായിരുന്നു, പ്രൊഡ്യൂസർമാരും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിൽ തുടങ്ങി വെച്ചു, ഇത് പൂർത്തീകരിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ മലയാളപ്പുഴ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, എൻ്റെ വിശ്വാസമാണ്. മലയാളപ്പുഴ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. സാർ, അന്നേരം സിനിമയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഗ്രാമത്തിലും ആ മലയാളപ്പുഴ ആ സ്ഥലങ്ങളിലൊക്കെയാണ്. സാറിൻ്റെ സ്ഥലവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണോ ആ ലൊക്കേഷനിലേക്ക് നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ മാറ്റിയത്, അതോ കഥയ്ക്ക് പശ്ചാത്തലത്തിന് അനുയോജ്യമായ? കഥയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷൻ ഇവർ തപ്പിക്കൊണ്ട് നടന്ന സമയത്തും ഞാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയായിരുന്നു. നമ്മുടെ ചെങ്ങറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഹഗോപാലിനൊക്കെ ഭൂസമരത്തിന് വേണ്ടി സമരം ചെയ്ത സ്ഥലമാണ് ചെങ്ങറ. ആ ചെങ്ങറയിലെ കോളനിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമുക്കൊരു കോളനി വേണമായിരുന്നു. അപ്പോൾ അത് കണ്ടുണ്ടെങ്കിൽ നമുക്കത് മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് കണ്ടു. അങ്ങനെയാണ് അവിടെ തിരഞ്ഞെടുത്തത്. സാർ, അന്നേരം ആ ഒരു പ്രദേശത്തിന് സെറ്റ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണോ ഈ ഷൂട്ടിങ് ആരംഭിച്ചത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തത്? ഇത് അവിടെ മാത്രമല്ല ഷൂട്ട് ചെയ്തത്, പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊടുമണ്ണുണ്ട്, പത്തനംതിട്ടയുണ്ട്, മലയാളപ്പുഴയുണ്ട്, അടൂരുണ്ട്, തിരുവല്ലയുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത്. സാർ, അന്നേരം ഗ്രാമപ്രദേശമാകുമ്പോൾ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ വണ്ടി സൗകര്യം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തും ഈ സിനിമ പൂർത്തിയാക്കണം എന്നൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഈ സിനിമയുടെ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ റിലീസിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്. അപ്പം സിനിമയോട് സാറിന് എത്രമാത്രം പാഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിനിമയോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു? അത് പറയുകയാണെങ്കിൽ 1991 SLC പാസ്സായ ആളാണ് ഞാൻ. എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാരും ഇന്ന് ജഡ്ജിയുണ്ട്, മജിസ്ട്രേറ്റുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, അധ്യാപകരുണ്ട്, ഇങ്ങനെ പല വ്യക്തിത്വങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഹോട്ടൽ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്കതിനകത്ത് അഭിമാനക്കുറവൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും പോലും ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് സിനിമ ഒരു പാഷനാണ്. പണ്ട് ചെറുപ്പകാലം മുതലേ എൻ്റെ ആരാധകന ജയനോടായിരുന്നു, സിനിമാ നടൻ ജയൻ്റെ ഏകദേശം 118 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം ആ ജയൻ്റെ രീതിയിൽ അന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ പാൻറ് വരെ തയ്ച്ചിട്ടിട്ട് ആക്ഷനും ഒക്കെ പല കൂട്ടുകാരുമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ ചെറുപ്പകാലത്ത്. അത് വളർന്ന് പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മോഹൻലാൽ ഫാൻസായി, മമ്മൂട്ടിയുടെ ആരാധനയായി, ഇപ്പം ഫഹദ് ഫാസിലിനോട് വരെ ആരാധന തുടരുന്നു. അങ്ങനെയുള്ളപ്പം ഒരു സിനിമയെ പറ്റി പറയുമ്പം അത് ചെയ്യാൻ ആഗ്രഹമില്ല, നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ സാമ്പത്തികം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ഇപ്പം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കും സിനിമ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയൂടെ ചെയ്യുന്ന ഒരു ഇതാണ് ഈ സൂപ്പർ ജെമിനി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ആകാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. ഇത് ഔപചാരികമായിട്ട് ഇതിൽ വന്ന് പെടുകയും ഇത് ഇത്രത്തോളം എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സിനിമ എല്ലാം വൻ വിജയമാക്കി ഇത് പ്രേക്ഷകർ നിങ്ങളിൽ ഒരാളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നും മാത്രം കണ്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും ഇതിന് വിലയിരുത്തുകയും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പം സാറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഈ കഥ വന്ന് അല്ലെങ്കിൽ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ അത് എത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞു പെട്ടെന്ന് പ്രൊഡ്യൂസറായ പെട്ടെന്ന്, അതായത് ഒരുപാട് പേരിൽ നിന്നും പെട്ടെന്ന് അറിയാതെ വന്ന് ഇതായതാണെന്ന് പറഞ്ഞു. അപ്പം ആ കഥ പറഞ്ഞപ്പോൾ ആ കഥ ഇഷ്ടപ്പെടുകയും എന്നാൽ എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് തന്നെയാണോ ഈ മേഖലയിലേക്ക് വന്നത്? സിനിമ ഞാൻ അന്നേരം പറയുന്നു, അന്നേരം എൻ്റെ കയ്യിൽ ഈ സിനിമ ചെയ്യാനുള്ള സാമ്പത്തികമില്ല. ഞാനിപ്പം സാമ്പത്തികമില്ല എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ പറയും നിനക്ക് വേറെ പണിയില്ലയോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ തുടങ്ങി വെച്ച് പോയി. അപ്പോൾ നാട്ടിൽ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും തുടങ്ങിയാൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ഞാൻ ഈ സിനിമ പൂർത്തീകരിച്ചു. ഓക്കെ. സാറിൻ്റെ ആദ്യത്തെ സംരംഭമാണല്ലോ ഇത്. ഞാൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ല, പക്ഷേ മലയാളപ്പുഴ അമ്മയുടെ ആൽബം ചെയ്തിട്ടുണ്ട്. ആ ആൽബം ചെയ്തതെന്ന് പറയുമ്പം ഇന്നിപ്പം പ്രസിദ്ധനായ ദിലീഷ് പോത്തൻ വരെ എൻ്റെ ആൽബത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും മുന്നോട്ട് സിനിമ, അതായത് ഈ സിനിമയുടെ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി 24 തിയേറ്ററിലേക്ക് എത്തുന്നു. അപ്പം ഇനി ഈ സിനിമാ മേഖലയിൽ തന്നെ പ്രൊഡ്യൂസറായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല മേഖലകളിൽ പ്രവർത്തിക്കാൻ സാറിന്, അതായത് സിനിമയോടുള്ള പാഷൻ കാരണം ആഗ്രഹമുണ്ടോ? അതിപ്പോൾ പറയാൻ പറ്റില്ല. സിനിമയുടെ വിജയത്തിന് ശേഷം ഈ സിനിമ എങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞിട്ടേ പറയാൻ പറ്റും. അങ്ങനെ പാഷനൊന്നുമില്ല, ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ സിനിമ എനിക്കിഷ്ടമാണ്, സിനിമയുടെ ഫീൽഡും സിനിമയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫീൽഡിലൊക്കെ അത് നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം സാർ പറഞ്ഞു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഡിഫിക്കൽട്ടിയാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം തരണം ചെയ്തു. അതൊന്നും ഇപ്പം പറയാൻ പറ്റുന്നില്ല. എന്നാലും അത്രയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ഈ സിനിമ ഇന്ന് റിലീസിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പം പ്രൊഡ്യൂസറായതിക്ക് എന്തായാലും സാർ എന്തെങ്കിലും ഇതിനകത്ത് റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു പലിശക്കാരൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു, നന്നായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷെ ഞാൻ അത്രത്തോളം കോൺഫിഡൻസ് അല്ല. അപ്പം സിനിമയിൽ അഭിനയിക്കാനും ഉള്ള താല്പര്യമുണ്ടോ? അതാർക്കും ഇല്ലാത്തത് ഉണ്ടാകുമല്ലോ. ഇനി എന്താണ് ആഗ്രഹം സിനിമാ മേഖല വെച്ച് നോക്കുമ്പോൾ എന്താണ് ആഗ്രഹം? അതായത് ഇനിയും പുതിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നാണോ? എന്താണ് സിനിമയായിട്ടുള്ള മോഹം, എന്താണ് ആഗ്രഹം, എന്താണ്? സിനിമ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ പൈസ ഉള്ള ആളല്ല, സാധാരണപ്പെട്ട ആളാണ്. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട പൈസയാണ് ഈ സിനിമ. ആ കഷ്ടപ്പാടിന്റെ ഫലം ഈ സിനിമയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നാളെ സിനിമയിൽ ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ദേവീഭക്തനാണ്. മലയാളപ്പുഴ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പം മുതലേ ജീവിക്കുന്ന ആളാണ്. അപ്പം ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഓരോ വഴിക്ക് തിരിയുമ്പോഴും ഞാനായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്നെ ആരോ എൻ്റെ പിന്നിൽ നിന്ന് ഇറക്കി വിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെ ചിന്തിക്കുന്നില്ല. ഭാവിയിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് ഭാവിയിൽ ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ സിനിമ വൻ വിജയമായി
പിന്നീടൊരു പുതിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട ഏത് നടൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണെന്ന് തന്നെ വിചാരിക്കുക, ഏത് നടനോടൊപ്പം ചെയ്യാനായിരിക്കും ആഗ്രഹം തോന്നുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്, ഇപ്പോൾ ഏത് നടന്മാരെ വെച്ച് ചെയ്യാൻ പറ്റും? എന്നാലും എല്ലാവർക്കും കോടിക്കണക്കിന് രൂപ പ്രതിഫലമൊക്കെ കൊടുത്ത് സാധാ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ അത് ഏറ്റെടുക്കത്തില്ല. കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടന്മാരെ വെച്ച് സിനിമ ചെയ്യാൻ കാശുണ്ടെങ്കിൽ ഫഹദ് ഫാസിലിനെ വെച്ച് ചെയ്യും. ഫഹദ് ഫാസിലിനെ വെച്ച്. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് റിവ്യൂവേഴ്സിൻ്റെ പ്രശ്നം. അതായത് നല്ല സിനിമയാണെങ്കിൽ പോലും അതിനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ താഴ്ത്തി കിട്ടുന്ന തരത്തിലുള്ള ചില റിവ്യൂസും എന്നാൽ അല്ലാത്ത റിവ്യൂസും വരുന്നുണ്ട്. അപ്പം ഈ പൈസ കൊടുത്തിട്ട് അല്ലാതെ ഹൈപ്പ് കിട്ടാതെ വരുന്ന പടങ്ങളുണ്ട്, അതൊക്കെ തിയേറ്ററിൽ പരാജയമായി പോകുന്നുണ്ട്. അതിനൊക്കെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റിവ്യൂസും കാരണമാകുന്നുണ്ട്. അപ്പം ഈ പടത്തിന് മോശം റിവ്യൂസ് അങ്ങനെ വരുന്നതിനെ കുറിച്ച് സാറിൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? നല്ല പടം എപ്പോഴും നല്ലതാണെന്ന് പറയുന്നതാണ് ഏറ്റവും ന്യായമായ കാര്യം. അത് റിവ്യൂസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എന്ത് പറയാനാ? അത് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അല്ല, നമ്മുടെ ഈ ഇടയ്ക്ക് തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്, സിനിമ മോശം റിവ്യൂസ് പറയുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടർമാരും അല്ലെങ്കിൽ എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിവ്യൂസിനെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് അത് തെറി വിളിക്കുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ കുറേ കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോട് സാറിൻ്റെ സമീപനം എന്താണ്? പ്രേക്ഷകർ അവർ ചെയ്യുന്നത് അവരുടെ വഴിക്ക് പോട്ടെ, നമ്മുടെ സിനിമ പോകുന്നത്. അപ്പോൾ അത് കൂടുതലും ആ സിനിമയ്ക്ക് ഇപ്പം പണിയെന്ന് പറഞ്ഞ സിനിമയിൽ ഇത് സംഭവിച്ചായിരുന്നു ജോജു. പക്ഷെ ആ ജോജുവിന് ആ ചീത്ത വിളി കൊണ്ട് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇനി ആരെ ചീത്ത വിളിക്കണം നേട്ടം ഉണ്ടാകാൻ വേണ്ടി? അത് ശരിയാണ്. അപ്പം സൂപ്പർ ജെമിനി എന്നുള്ള സിനിമയുടെ മോഹവുമായിട്ട്, അതായത് ജയൻ സാറിൻ്റെ ഒരു ആരാധനമാണ് അതേ രീതിയിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അന്നത്തെ സിനിമയും അന്നത്തെ ആ സിനിമ കണ്ടിരുന്ന ആ ഒരു സമയം ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് സിനിമ വെച്ച് ബന്ധം വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്? അന്നത്തെ സിനിമകളും അതായത് ഇന്നത്തെ സിനിമകളും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് പുതുമയാണോ അല്ലെങ്കിൽ എന്താണ് വ്യത്യാസമായിട്ട് സാധനം തോന്നുന്നത്? ഇന്നത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സിനിമ എന്ന് പറയുമ്പം ഇപ്പോൾ ഈ സിനിമയിൽ അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സ്കൂളുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പൂമ്മനും ഇല്ല, അമ്മമ്മയും ഇല്ല. പണ്ട് ശങ്കരാടി, നമ്മുടെ അവരെല്ലാം അങ്ങനെ ഒരു അച്ഛനും അമ്മ ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു സിനിമ. അന്ന് ആ സിനിമയായിരുന്നു വിജയം. ഇന്നിപ്പം മാർക്കോ പോലുള്ള വയലൻസ് മൂവിയൊക്കെ കാണുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു. പക്ഷേ എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റില്ല. പക്ഷേ സിനിമ നല്ലതാണ്, വിജയിച്ചു. പക്ഷെ അതുപോലുള്ള വയലൻസ് സിനിമ ഒന്നും നമ്മുടെ കേരളത്തിൽ അത് വിജയിച്ചെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്നതാണോ കേരളത്തിൽ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. മോസ്റ്റ് വയലന്റ് പടങ്ങളോട് അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതെ, അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ആ ട്രെൻഡ്സ് അനുസരിച്ച് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് സിനിമ ഇറക്കുന്നു. അത് അതിൻ്റെ രീതിക്ക് വന്നു. വിജയിക്കുകയാണെങ്കിൽ ഓക്കെ. ഉണ്ണിമുകുന്ദനെതിരെ ആദ്യം കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പടം 100 കോടി ക്ലബിലെത്തിയല്ലോ. നമ്മളെ ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഓരോ പടം അല്ലെങ്കിൽ 2 പടം, ഇപ്പോൾ ഒരാഴ്ചയിൽ 8-9 പടങ്ങളൊക്കെയാണ്. അപ്പം എത്രമാത്രം ഈ തിയേറ്ററുകാരുടെ നിന്ന് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ സ്ക്രീന് ചോദിക്കുന്ന സമയത്തും എത്രത്തോളം തിയേറ്ററുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എത്ര സ്ക്രീനുകളിലുണ്ട്? ഇത് ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. ഇനിയും എന്നാലും ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ ഇപ്പോൾ വിളിച്ചപ്പോഴും പത്തനംതിട്ട ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് റെഡിയാകും. എന്നാൽ നമ്മുടെ ചെറിയ സിനിമകൾക്ക് തിയേറ്റർ കിട്ടാത്ത ഒരവസ്ഥ ആ രീതിയിലേക്ക്, അതായത് വൺ കാസ്റ്റ്, അതായത് ബഡ്ജറ്റും വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാത്ത സിനിമകൾക്ക് തിയേറ്ററുകാർ തന്നെ അതായത് ഒരു ചെറിയ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന് അവരോട് എന്താണ് പറയാനുള്ളത്? ആ ഒരു പ്രതീതി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനല്ല പറ്റും നമുക്ക്. അങ്ങനെ ചെയ്യാതെ നമ്മുടെ സാധാരണ ആൾക്കാരുടെ സിനിമയുടെ അവർ പ്രൊമോട്ട് ചെയ്ത് തരണം. ആ പ്രൊമോട്ട് ചെയ്ത് ആ സിനിമയുടെ ഇപ്പം മമ്മൂട്ടിയുടെ പടം നാളെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടം എത്രയോ പടം താണ്ടി ഇപ്പം 3D പടം കോടികൾ മടക്കി ഇറക്കി. ആ പടം എത്ര ദിവസം തിയേറ്ററിലോടി? കോടികളാണ് മടക്കി ഇറക്കിയത്. പക്ഷേ പടം വിജയിച്ചോ? ഇല്ല. പക്ഷേങ്കിൽ മോഹൻലാലിൻ്റെ പടമാണത്. അപ്പം തിയേറ്ററുകാർ പറയും അത് മോഹൻലാലിൻ്റെ പടമാണ്, മറ്റേ പടം എടുത്ത് കളയും. ഹൈപ്പ്, ഫാൻ ബേസ് അല്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റ്. അതെ. അങ്ങനെ ഈ വരുന്ന സാധാരണപ്പെട്ട
ആൾക്കാർ ആഗ്രഹം കൊണ്ടൊരു സിനിമ നിർമ്മിക്കുന്നു, ചെറിയ സിനിമയായിരിക്കാം, അത് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി ആ സിനിമ കണ്ട് അത് വിലയിരുത്തി അത് കൊള്ളാമെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞ് അതിനെ വിജയിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ജനുവരി 24-ാം തീയതി പടം തിയേറ്ററിലേക്ക് എത്തുകയാണ്. സാറിന് പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങളിൽ ഒരാളാണ് ഞാൻ. സാധാരണപ്പെട്ട ഒരു വ്യക്തി ഒരു സിനിമ ഒരാഗ്രഹം കൊണ്ട് ചെയ്തു. നിങ്ങൾ ചോദിക്കാം വേറെ പണിയില്ല എന്ന് ചോദിക്കാം, പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹമാണ്, അത് ഞാൻ സാധിച്ചു. ഇനി അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ സിനിമ ഏത് ലെവലിലെത്തണം, എന്നെ രക്ഷപ്പെടുത്തണോ വേണ്ടായോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം.